സങ്കീർത്തനങ്ങൾ 61:4 വാക്യം. ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ജീവവചന പ്രഭാത ധ്യാന ചിന്തയുടെ കേൾവിക്കാർക്ക് വേഗം വരുന്നവനായ നസറേയ യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹ വന്ദനം ആശംസിക്കുന്നു. ചിറകടിയിലെ സംരക്ഷണവും ആനന്ദവും എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പുറപ്പുകളെ, ദൈവം തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന സംരക്ഷണം ഏറ്റവും ശക്തമായതാണ്. ഒരു ദൈവപൈതൽ ഭൂമിയുടെ പരപ്പിൽ ജീവിക്കുന്നിടത്തോളം കാലം അവനെതിരെ വ്യാപരിക്കുന്ന ശത്രുവിൻ്റെ വിവിധ നിലയിലുള്ള പോരുകളുണ്ട്. ആ പോരുകൾ അവനെ തകർത്ത് കളയാതിരിക്കുവാൻ ദൈവം അവനെ തൻ്റെ ചിറകടിയിൽ മറയ്ക്കുന്നവനാണ്. ഒരു ഭക്തനെ പ്രാണഭയം വ്യാപരിക്കുന്ന സാഹചര്യങ്ങളിൽ അവൻ ദൈവത്തിൻ്റെ ചിറകിൻ മറവിൽ മറയുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവൻ്റെ പ്രാർത്ഥന, ദൈവമേ എന്നെ മറച്ചുകൊള്ളണമേ എന്നുള്ളതായിരിക്കും. എന്നെ ചുറ്റുവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. 17-ാമത്തെ സങ്കീർത്തനത്തിൽ ഭക്തൻ പ്രാർത്ഥിക്കുന്നത് അപ്രകാരമാണ്. ചിറകുകൾക്കുള്ളിലെ പരിപാലനം ഒരു ദൈവപൈതലിന് ലഭിക്കുന്ന ശ്രേഷ്ഠമായ സംരക്ഷണമാണ്. ശത്രുക്കളും സാഹചര്യങ്ങളും ഒരു വിശ്വാസിയെ സകല വഴികളിലും ഞെരുക്കുമ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ഭദ്രമായി കാക്കുകയാണ് ദൈവം ചെയ്യുന്നത്. ഭക്തന്റെ കാലടികൾ പിന്തുടർന്നു വരുന്ന ശത്രുക്കൾ അവനെ നിലത്തു തള്ളിയിടുവാൻ ശ്രമിക്കുമ്പോൾ, അവനെ കടിച്ചു കീറുവാൻ കൊതിക്കുന്ന ഒരു സിംഹം പോലെ മറവിടങ്ങളിൽ പതിയിരിക്കുന്ന വൈരികൾ പ്രാണഹാനി വരുത്തുവാൻ നോക്കുമ്പോൾ, അവൻ ആശ്രയിക്കുന്ന ദൈവം തൻ്റെ മകനെ തൻ്റെ ചിറകുകൾക്കുള്ളിൽ മറയ്ക്കുന്നു. മറയപ്പെടുന്ന ഭക്തന് പിന്നെ നാശകരമായ മഹാമാരിയെയും വേട്ടക്കാരൻ്റെ കണികളെയും ഭയപ്പെടേണ്ട കാര്യമില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും അവൻ പേടിക്കത്തില്ല. സിംഹവും അണലിയും ബാലസിംഹങ്ങളും പെരുമ്പാമ്പും ഒക്കെ അവൻ്റെ പാതയിൽ ഉണ്ടെങ്കിലും ആ ബലമുള്ള ചിറകിനടിയിൽ ഇരിക്കുന്നവനെ അവയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുവാനല്ലാതെ ഒന്നും ചെയ്യുവാനാകില്ല. ആ ചിറകടിയിൽ മറഞ്ഞു വസിക്കുന്നിടത്തോളം കാലം ഈ സംരക്ഷണം പ്രിയരെ ലഭ്യമാണ്. ഇന്നും ഈ സംരക്ഷണം ലഭ്യമാണ്. ചിറകൻ കീഴിലെ വാസം ശക്തമായ ആശ്രയത്വത്തെ കാണിക്കുന്നതാണ്. ഓരോ വിശ്വാസിക്കും ദൈവത്തിൻ്റെ ചിറകിൻ കീഴിലെ സുരക്ഷിതത്വം അവകാശമാക്കിയെടുക്കുവാൻ കഴിയണം. ആശ്രയ മനോഭാവം ഉണ്ടെങ്കിൽ പ്രിയരെ തീർച്ചയായും ഈ അനുഗ്രഹം ലഭ്യമാണ്. മോവാബ്യ സ്ത്രീയായ രൂത്ത് ദൈവത്തെ ആശ്രയിക്കുവാൻ ഉറച്ച തീരുമാനമെടുത്തു. ദൈവം അവൾക്ക് തൻ്റെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിക്കുവാൻ അവസരവും കൊടുത്തു. ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്നാണ് രൂത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ശാപബന്ധനത്തിന് കീഴിൽ അടയ്ക്കപ്പെട്ടവൾ തനിക്ക് അനുഗ്രഹിക്കപ്പെടാൻ ഒരവസരം ലഭിച്ചപ്പോൾ തടസ്സങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ചിറകിൻ കീഴെ പ്രവേശിക്കപ്പെടുവാനുള്ള അവസരം അവൾ ഉപയോഗിച്ചു. അതിനവൾ വിട്ടുകളയേണ്ടിയതായ പലതുണ്ടായിരുന്നു. അവയെല്ലാം വിട്ടുതിരിയുവാൻ അവൾക്കൊന്നും തടസ്സമായി നിന്നില്ല. മോവാബ്യ ദൈവങ്ങളെയും ദേശത്തെയും ചർച്ചക്കാരെയും വ്യർത്ഥമായ പിതൃപാരമ്പര്യങ്ങളെയും ഒക്കെയും അവൾ വിട്ടുതിരിഞ്ഞ് ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ അവൾ അഭയം കണ്ടെത്തി. അവളുടെ കഷ്ടത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും സാഹചര്യങ്ങളുടെ നടുവിൽ അവൾ ആ ചിറകിനടിയിൽ ആശ്രയം തേടി. ആ അഭയം അവൾക്ക് അനുഗ്രഹിക്കപ്പെട്ട സംരക്ഷണവും നടത്തിപ്പും അവകാശത്തെയും നൽകിക്കൊടുത്തു. അവളുടെ ശക്തമായ തീരുമാനത്തെയും സമർപ്പണത്തെയും ആശ്രയത്വത്തെയും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ചു. ദൈവമേ, ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും എന്ന ഉറച്ച തീരുമാനം അവളെ അനുഗ്രഹിക്കപ്പെട്ടവളാക്കി തീർത്തു. കൂടപ്പുറപ്പുകളെ, ചിറകിൻ കീഴിൽ ആശ്രയിക്കുന്നവർക്ക് സംരക്ഷണം മാത്രമല്ല, ചിറകിൻ കീഴിലെ ആനന്ദവുമുണ്ട്.
നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിന്റെ ചിറകിൻ കീഴിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നുവെന്ന് 63-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു. ആ ശക്തമായ സംരക്ഷണവും ആനന്ദവും അനുഭവിച്ച് പ്രാണഭയം വിതറുവാൻ ആഗ്രഹിക്കുന്ന പ്രാണശത്രുക്കളുടെ മുൻപിൽ ദൈവമൊരുക്കുന്ന വിരുന്ന് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും പ്രിയരെ, സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം രാവിലെ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ശബ്ദം കേട്ട് ബലപ്പെടുവാൻ ഞങ്ങൾക്ക് ഇന്ന് പകലിലും ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിച്ചു തന്ന് ഞങ്ങൾക്ക് കർത്താവിൻ്റെ കൃപ പകർന്നു തന്ന് അനുഗ്രഹിച്ചിരിക്കുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ജീവിക്കുവാൻ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾക്കിടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജനം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ചിറകിൻ കീഴിലെ ആശ്രയവും സംരക്ഷണവും ചിറകിൻ കീഴിലെ ആനന്ദവും അനുഗ്രഹവും അനുഭവിച്ച് ഇന്ന് പകൽ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, സാക്ഷ്യമുയർത്തുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കണമേ, അനുഗ്രഹിക്കണമേ, നിറയ്ക്കണമേ. കർത്താവേ, അനേകർക്ക് ഞങ്ങൾ ഈ ചിറകിൻ കീഴ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നവരായി, അനേകരെ ചിറകിൻ കീഴിലേക്ക് ആകർഷിക്കുന്നവരായും തീരുവാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവസരങ്ങൾ ഉപയോഗിക്കുവാൻ സഹായിക്കണം. ഇന്ന് പകൽ ചില മറുപടികളും വിടുതലുകളും ചോദിച്ചു പ്രാർത്ഥിക്കുന്ന മക്കളുമേൽ കർത്താവ് ഇത് കൽപ്പിച്ചയക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് വേഗം നടക്കുമെന്നുള്ളതിനാൽ വചനം കേട്ട് ശക്തിപ്പെട്ട് അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.